കുലുക്കമുണ്ടാകുന്നു. ഭൂമി കുലുക്കമുണ്ടായിട്ട് പൊളിഞ്ഞു കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കുക. 2 പള്ളിയാണ് പൊളിഞ്ഞു കിടക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായിട്ട് ആരാണ് ഒലിച്ചു പോകുന്നത് നോക്കുക, ദൈവമാണ് ഒലിച്ചു പോകുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ആരാണ് മൂടിക്കിടക്കുന്നത്? അള്ളാന്റെ തറവാട്ടിലാണ് വെള്ളപ്പൊക്കം, വേറെ എവിടെയല്ല. പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു? കാരണം എന്തേ? ഇതിനൊക്കെ തെറ്റായ കാരണങ്ങൾ കണ്ടെത്തി, തെറ്റായ വിശദീകരണങ്ങൾ നൽകി, തെറ്റായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. ഇതാണ് പണ്ടുള്ള മനുഷ്യർ ചെയ്തത്. ശരിയായ കാരണങ്ങൾ കണ്ടെത്തിയപ്പോ കുറച്ചൊക്കെ പരിഹാരം കാണാൻ നമുക്ക് സാധിച്ചു. ഇപ്പോ ഒരു സുനാമി വരുന്നു എന്ന് കേട്ടാൽ നമ്മൾ കടപ്പുറത്ത് ആളെ ഒഴിവാക്കുന്നതുകൊണ്ട് കുറച്ച് അപകടം മുൻകൂട്ടി അറിയുന്നത് കുറച്ച് അപകടം ഒഴിവാകുന്നു. കൊടുങ്കാറ്റ് വരും നമുക്ക് ഏകദേശം മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മൾ ഈ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് കുറെ ആളുകളെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളുടെ കാരണം കണ്ടെത്തി അത് മുൻകൂട്ടി മനസ്സിലാക്കാൻ കുറച്ചൊക്കെ കഴിവ് നേടി മനുഷ്യൻ കുറച്ചൊക്കെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് സാധിക്കുന്നു. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ മതങ്ങൾക്ക്, ദൈവങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളത് ഇതൊക്കെ ദൈവം നൽകുന്ന ശിക്ഷയാണ്. ദൈവം നൽകുന്ന ശിക്ഷയാണ്, ദൈവത്തിന്റെ കോപമാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ രക്ഷപ്പെടാം. ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. കഴിഞ്ഞ കൊല്ലം മഴ പെയ്യാൻ വൈകിയപ്പോ എല്ലാ പള്ളിയിലും ദുആ നടത്തി, എല്ലാ ക്രിസ്ത്യൻ ചർച്ചിലും പ്രാർത്ഥന നടത്തി, കൂട്ടപ്രാർത്ഥന നടത്തി മഴ പെയ്യാൻ വേണ്ടി. അവസാനം ജൂൺ മാസത്തിൽ സാധാരണ പോലെ മഴ പെയ്തു, പെരുമഴ പെയ്തു. കാസർഗോഡൊക്കെ ഒരുപാട് അനർത്ഥങ്ങളുണ്ടായി, കുറെ ആൾക്കാർ മരിച്ചു. പക്ഷെ വിശ്വാസികൾക്കറിയാം പ്രാർത്ഥിച്ചാൽ ആവശ്യത്തിന് മഴ കിട്ടൂലെന്ന്. അതുകൊണ്ടാണ് ഇത് സൗദി അറേബ്യയില് കടലിൽ നിന്ന് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് കടലിൽ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ളം എത്തിക്കുന്ന വൻകിട പദ്ധതിയുടെ ചിത്രമാണ്. അള്ളാഹിനോട് മഴ പെയ്യിക്കേ എന്ന് പറഞ്ഞ് അറബികളെല്ലാവരും കൂടെ കൂട്ട ദുആ നടത്തി, രാത്രിയും പകലും ദുആ നടത്തിയാലും ആവശ്യത്തിന് മഴ പെയ്യൂല എന്ന് അറബികൾക്കറിയാം, സൗദി അറേബ്യക്ക് അറിയാം. അതുകൊണ്ടാണ് ജർമ്മനിയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലിലെ വെള്ളം എടുത്തിട്ട് കടലിലെ വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചിട്ട് അവിടെ വാട്ടർ സപ്ലൈ നടത്തുന്നത്. കൃഷിക്ക് ആവശ്യമായ വെള്ളം ആവശ്യത്തിന്റെ അളവിന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാലോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലോ നമുക്ക് കിട്ടൂല എന്ന് നമുക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് ഉറുപ്പിക മുടക്കി നമ്മൾ ബക്രാനെങ്കിൽ അണക്കെട്ടും മലമ്പുഴ അണക്കെട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ കാത്തിരുന്നാൽ വെള്ളം കിട്ടൂല, കൃഷി നടക്കൂല നമുക്കറിയാം. അതുകൊണ്ട് നമുക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ വലിയ പള്ളിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം അതിന്റെ മിനാരത്തിന്റെ മുകളിൽ ഇടിമിന്നൽ തട്ടാണ്ടിരിക്കാനുള്ള കുന്തർത്താണ്ടം ആദ്യം സ്ഥാപിക്കുന്നു. ഇടിമിന്നൽ അള്ളാഹിന്റെ ശിക്ഷയാണെന്നാ ഖുർആനിൽ പറയുന്നത്. അള്ളാഹ് എന്തിനാ പള്ളീനെ ശിക്ഷിക്കുന്നത്? കരുണാമയനും സർവശക്തനുമെന്ന് വാഴ്ത്തുന്ന ദൈവത്തെക്കാൾ ഭക്തർക്ക് വിശ്വാസം ശാസ്ത്രത്തെയാണ് എന്നതിന്റെ തെളിവാണ് ആരാധനാലയങ്ങൾക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന മിന്നൽ രക്ഷാചാലകങ്ങൾ. ശാസ്ത്രം വിശദീകരണം നൽകുന്നു. പക്ഷേ നേരത്തെ വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞാരി അവസാനത്തെ സത്യമൊന്നും കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയില്ല. കാരണം മനുഷ്യൻ പരിമിതികളുണ്ട്. പക്ഷെ നിലവിലുള്ള വിശദീകരണങ്ങളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്നത് ശാസ്ത്രം മാത്രമാണ്. ഏത് പ്രകൃതി പ്രതിഭാസത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നത് ശാസ്ത്രമാണ്. അത് ശാസ്ത്രം മാത്രമല്ല, മതവിശ്വാസികളും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് പള്ളിയുടെ മുകളിൽ ഇത് മിന്നൽ രക്ഷാചാലകം വെക്കുന്നത്. മെച്ചപ്പെട്ട പരിഹാരം നിർദ്ദേശിക്കുന്നതും ശാസ്ത്രമാണ്. പരിപൂർണമാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇനി എന്താണ് ശാസ്ത്രം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ? മഴ എങ്ങനെ പെയ്യുന്നു, ഇടി എങ്ങനെ വെട്ടുന്നു, ഭൂമി എന്താണ്, ആകാശം എന്താണ്, നക്ഷത്രം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുള്ള അറിവുകൾ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ അറിവുകൾ പൂർണ്ണമല്ല. വളരെ വളരെ പരിമിതമായ അറിവുകളെ മനുഷ്യൻ ഇന്നുവരെ നേടിയിട്ടുള്ളൂ. പക്ഷെ നേടിയ അറിവുകൾ തലമുറകൾക്ക് കൈമാറാനുള്ള മനുഷ്യന്റെ കഴിവ് കാരണം ഇതുവരെയുള്ള മുഴുവൻ മനുഷ്യരും നേടിയ അറിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രപഞ്ചം? ഞാനത് ചെറുതായിട്ടൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോവാം. മനുഷ്യൻ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് മതവിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത്, വേലിന്റെ അപ്പുറത്ത് പോയി നോക്കിയിട്ട് അവിടെ ആരെങ്കിലും കുത്തിരിക്കുന്നുണ്ടോ എന്ന് ആദ്യം പോയി നോക്കുകയല്ല ചെയ്തത്. മതക്കാരെ നമ്മളോട് അങ്ങനെ തർക്കിക്കാൻ വരും. അപ്പുറത്ത് ആരാ ഉള്ളത് എന്നാ ചോദിക്കാം. ഏതിന്റെ അപ്പുറത്ത്? പ്രപഞ്ചത്തിന്റെ വേലിക്ക് അപ്പുറത്ത് ആരാ ഉള്ളത്?
പക്ഷേ മനുഷ്യന്റെ അന്വേഷണം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടല്ല തുടങ്ങിയത്. അങ്ങനെ അന്വേഷണം തുടങ്ങാനുള്ള യാതൊരു കഴിവും മനുഷ്യനില്ല. മനുഷ്യൻ ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നിസ്സാര ജീവി മാത്രമാണ്. ആ ജീവിയുടെ തലച്ചോറ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ആസന്നമായ പരിസരത്തു നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അറിവുകൾ ശേഖരിച്ച് പിന്നീട് വിദൂര ചുറ്റുപാടിലേക്ക് പതുക്കെ 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 മനുഷ്യന്റെ അറിവിന്റെ ചക്രവാളത്തെ വികസിപ്പിക്കാനുള്ള കഴിവ് മാത്രമേ മനുഷ്യനുള്ളൂ. അതുകൊണ്ട് മനുഷ്യന്റെ അറിവ് ആരംഭിക്കുന്നത് ഞാൻ ഈ ചിത്രത്തിൽ ആരോ ഇട്ട ഡയറക്ഷനിലല്ല, അതിന്റെ നേരെ വിപരീത ഡയറക്ഷനിലാണ്. ഭൂമിയിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. ഭൂമി എന്താണ് എന്ന് നമ്മൾ കുറെ കാലം പഠിച്ചപ്പോൾ മനസ്സിലായി, അതൊരു ഗോളമാണ്, വളരെ ചെറിയ ഒരു ഗോളമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ട് നമ്മൾ മനസ്സിലാക്കിയത് ഭൂമി വലിയൊരു ഗോളമാണെന്ന്. എന്താ കാരണം? ഭൂമിയെക്കാളും വലിയ സാധനങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് വലിയ പിടിപാടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമി പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് പറയാൻ പോലും പറ്റാത്തത്ര നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കോസ്മിക് ഡസ്റ്റ് പാർട്ടിക്കിൾ മാത്രമാണ്, ഒരു പൊടിപടലത്തിന്റെ തരി മാത്രമാണ് ഭൂമി. ആ ഭൂമിയിൽ നിന്ന് നമ്മൾ അന്വേഷണം തുടങ്ങിയാൽ ഭൂമി സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൗരയൂഥം ഒരു ഗാലക്സിയുടെ ഭാഗമാണ്. ഒരു ഗാലക്സി കുറെ ഗാലക്സി കൂട്ടങ്ങളുടെ ഭാഗമാണ്. ഗാലക്സി കൂട്ടങ്ങളുടെ ക്ലസ്റ്ററുകളുടെ ഭാഗമാണ്. ആ ക്ലസ്റ്ററുകളുടെ കൂട്ടമായ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇനി അങ്ങനത്തെ പ്രപഞ്ചങ്ങളുടെ കൂട്ടം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ടില്ല. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ ഇതാ ആ വട്ടത്തിൽ കാണുന്നത് പ്രപഞ്ചമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് പ്രപഞ്ചം എന്നൊന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല. പ്രപഞ്ചത്തിനെ ഇങ്ങനെ പുറത്തുനിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നമ്മൾ പോകണം, അസാധ്യമാണ്. പക്ഷെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിൽ നിന്നുണ്ടാക്കിയ ചിത്രം, അതിൽ ആ കള്ളി വരച്ച ഭാഗത്തുനിന്ന് വലുതാക്കിയെടുത്തതാണ് ഇത്. ആ വലുതാക്കിയ ഭാഗം പിന്നെ വലുതാക്കിയതാണിത്. അതിൽ നിന്ന് ചെറിയ കഷ്ണം എടുത്തെടുത്ത് അവസാനം നമ്മൾ നമ്മുടെ ഗാലക്സിയിലെത്തുന്നു. ആ ഗാലക്സിയിൽ നിന്ന് നമ്മൾ നമ്മുടെ സൗരയൂഥം നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് നക്ഷത്രങ്ങൾ എടുക്കുന്നു. അതിൽ നിന്ന് നമ്മുടെ സൗരയൂഥത്തെ മാത്രം എടുക്കുന്നു. സൗരയൂഥത്തിലെ ഒരു കൊച്ചുഗോളമായ ഭൂമിയെ നമ്മൾ എടുക്കുന്നു. എന്താ ഭൂമിയുടെ സ്ഥിതി? ഭൂമി വളരെ ചെറുതാണ്. വെറും 40,000 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയ പന്ത്. ഭൂമധ്യരേഖയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ 40,000 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് കുറച്ചു കാലം കൊണ്ട് നടന്നെത്താം. അല്ലെങ്കിൽ ഒരു സൈക്കിൾമ പോയാൽ ചുറ്റി വരാം, അത്രേ ഉള്ളൂ. ഒരു ബൈക്കിലാണെങ്കിൽ നമുക്ക് ഏതാനും ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ചുറ്റി വരാം, അത്രേ ഉള്ളൂ. അതിന്റെ വ്യാസമാണെങ്കിലോ വെറും 12,700 കിലോമീറ്റർ. 12,700 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം മാത്രമാണ് ഭൂമി. ഇനി നമ്മുടെ സൗരയൂഥത്തിലെ ഈ ഭൂമിയും സൂര്യനും അതിന്റെ അകലങ്ങളെ കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്റർ മാത്രം അകലത്തിലാണ്. വളരെ അടുത്താണ്. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്. എത്ര അടുത്താണ്? അവിടെ നിന്നിട്ട് വെളിച്ചത്തിന് 8 മിനിറ്റ് കൊണ്ട് പറന്നെത്താം. വെളിച്ചത്തിന്റെ വേഗത നിങ്ങൾക്കറിയാം. പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഏകദേശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയമേ വേണ്ടൂ. എന്ന് വെച്ചാൽ നിങ്ങൾ സൂര്യനിലെ ഒരാളെ ഇവിടുന്ന് ഫോണിൽ വിളിക്കുകയാണെങ്കിൽ ഹലോ എന്ന് വിളിച്ചാൽ 8 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ എത്തും. 16 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചുള്ള ഹലോ നിങ്ങൾക്ക് കേൾക്കാം. കാരണം മൊബൈൽ ഫോണിലെ ഈ സൗണ്ട് പോകുന്നത് പ്രകാശ വേഗതയിലാണ്.